കാവിലുംപാറ പഞ്ചായത്തിലെ ഓടങ്കോട് ഉന്നതിയിൽ ദുരിത ജീവിതം നയിക്കുകയാണ് 50-ലേറെ ആദിവാസി വിഭാഗം. കോൺക്രീറ്റ് വീടുണ്ടെങ്കിലും പൊട്ടിയടർന്ന് ഏത് നിമിഷവും നിലം പൊത്താവുന്ന തരത്തിലാണ് ഇവരുടെ താമസം. മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പുറത്തു പോകില്ലെന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല. അവിടെ പോയി അത് കണ്ടതാണ് സാനിയോ. 2 കോടിയിലേറെ രൂപ ചെലവഴിച്ച് പൊതുമരാമത്ത് വകുപ്പ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ നവീകരിച്ച തൊട്ടിൽപ്പാലം കരിങ്ങാട് റോഡിന് മുകളിലാണ് നമ്മളുള്ളത്. റോഡ് വളരെ മനോഹരമാണ്. പക്ഷേ റോഡിന്റെ തൊട്ടു മുകളിൽ വളരെ മനോഹരമല്ലാത്ത ജീവിതം നയിക്കുന്ന 50-ലേറെ മനുഷ്യർ വളരെ കഷ്ടപ്പാടിൽ ജീവിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത്. ഓടങ്കോട് ഉന്നതി, കാവിലുംപാറ പഞ്ചായത്തിലെ ഓടങ്കോട് ഉന്നതിയാണ് എനിക്ക് തൊട്ടുപുറകിൽ കാണുന്ന ഈ തകർന്ന വീടുകളും ചോരുന്ന വീടുകളും ഒക്കെയുള്ള ഈ ഉന്നതി എന്ന് പറയുന്നത്. ആ ഉന്നതിയിൽ എന്താണ് സംഭവിക്കുന്നത്, അവർക്ക് എന്തുകൊണ്ടാണ് നല്ല വീടുകളിൽ കഴിയാനാകാത്തത് എന്ന് ബിഗ് TV അന്വേഷിക്കുന്നു. ഒരു കിടപ്പുമുറി, നിന്ന് തിരിയാനിടമില്ലാത്ത ഹാളും അടുക്കളയും കൊലായയും, പൊട്ടിപ്പൊളിഞ്ഞ് ഏത് നിമിഷവും നിലം പൊത്താവുന്ന ഇവിടുത്തെ ഓരോ വീട്ടിലും കഴിയുന്നത് 7-8 പേർ. അത്തരത്തിലുള്ള 10 വീടുകൾ. ഇപ്പം നിങ്ങൾക്ക് വീട് പാസ്സായി എന്ന് പറയുന്നത് 5 വർഷം മുൻപ് ചീത്തപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു പണിയും നടന്നില്ല. ഇല്ല, ഇതുവരെയായിട്ടും പിന്നെ ഞാൾ ഇങ്ങനെ ഒരു കൂട്ടിനെ പോയി ഞാളോട് പറയും, ഇന്ന വർഷം കൊണ്ട് ഓടങ്കാട് കോളനി ഞാൾ ഇതുപോലെ ഒരു മാറ്റം വരുത്തുമെന്ന് പറഞ്ഞ് കമ്മിറ്റിയിലെ എല്ലാ സംഗതിയും ഒരു പറയും. അത് പിന്നെ ഓല് അതിനെ പറ്റിയിട്ട് ഒന്നും ചിന്തിക്കലില്ല. എന്ത് കാരണം ഞങ്ങൾക്കറിയില്ല. ഈ വീട്ടിൽ എത്ര ആളാ താമസിക്കുന്നത്? ഇപ്പം ഞാളൊരു 7 ആൾ ഈ വീട്ടിൽ മാത്രം ഉണ്ട്. ഈ ചെറിയ വീട്ടിൽ എങ്ങനെ നിങ്ങൾ കിടന്നുറങ്ങും? അതൊരു സൗകര്യത്തിലാണ് ഞാൻ കിടന്നുറങ്ങും. മഴ ഇടിയും മിന്നലും കാറ്റിലടിക്കുമ്പോൾ ഞാൻ ഭാര്യനും കുഞ്ഞിനും കൂട്ടി പുറത്താണ് നിൽക്കല്. ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാനാവില്ല. മിന്നലെടുക്കാൻ ഷോക്ക് അടിക്കലുണ്ട്. ആ കാരണം കൊണ്ട് ഞങ്ങളെല്ലാം പുറത്തിറങ്ങും. പിന്നെ പെട്ടെന്ന് ഇത് ഇടിഞ്ഞ് വീണാൽ ഭാര്യയും കുഞ്ഞും മരിച്ചു പോകുന്നൊരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കനത്ത മായയും കാറ്റിലടിക്കുമ്പോൾ പുറത്ത് കഴിഞ്ഞ് നിൽക്കും. രാത്രി അങ്ങനെ ഉറക്കമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ ഇടിഞ്ഞ് വീഴുമ്പോൾ എല്ലാ സംഗതി ഞങ്ങൾ പഞ്ചായത്ത് പോയി പറഞ്ഞ് ഇങ്ങനെ കമ്മിറ്റിയിൽ പറഞ്ഞ് ഓല് അതിന് ഒരു നടപടി പോലെ ഇതുവരെ എടുത്ത് എന്താ പറയുന്നത് നിങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ ഞങ്ങൾ ഉടനെ അതിനൊരു പരിഹാരം കാണുമെന്ന് മാത്രമേ ഓല് പറയുന്നുണ്ട്. പിന്നെ അതിനെ പറ്റി ഒന്നും ഒരു ചിന്ത ഓലിക്കില്ല. ഞങ്ങൾ പഞ്ചായത്ത് വരെ കയറി ഇറങ്ങി ഒരു കൂട്ട് അങ്ങ് പല സംഗതിക്കും ഞങ്ങൾ പങ്കെടുത്തു. ഇപ്പോൾ അവരെ വിളിച്ചാൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോക്കാറില്ല. വീഡിയോ ജേർണലിസ്റ്റ് രാഹുൽ മക്കടയ്ക്കൊപ്പം സാനിയോ, ബിഗ് TV ജേർണലിസ്റ്റ്, കോഴിക്കോട്.